പരസ്യമായിട്ട് ജനങ്ങളെ കളിയാക്കാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? ശരിയാണ്, നിങ്ങൾ തോറ്റു. ജയിക്കാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാനും പറ്റുന്നില്ല നിയമസഭയിൽ. മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനം നടത്തിയതിൽ ഭൂരിഭാഗവും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങളും മാറാട് മുതൽ തുടങ്ങി ആന്റണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വരികയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു യുദ്ധം വീറോടെ നയിച്ച് നിലംപരിശായി പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റൻ്റെ വിലാപകാവ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ ജനം കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അതിൽ തകർന്നു നിൽക്കുന്ന മനസ്സുമായി നിൽക്കുന്ന ആൾ തൻ്റെ സ്ഥാനമോ പദവിയോ നോക്കാതെ നടത്തിയ ഏറ്റവും അപകടകരമായ പ്രസ്താവന. അപകടകരം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് സത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത അവസരവാദ പ്രസ്താവന കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഖ്യമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായി കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, എ കെ ബാലനെ കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എ കെ ബാലനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്ന്. അപ്പോൾ എ കെ ബാലനെ കൊണ്ട് ഇന്നലെ പറയിപ്പിച്ചത് ആരാണെന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി തന്നെ പറയിപ്പിച്ചതാണെന്ന് മനസ്സിലായി. പക്ഷേ ചരിത്രത്തെ ഇത്രമാത്രം വികലമാക്കി നിൽക്കുന്നത് ഓർമ്മശക്തി ഇല്ലാത്തവരല്ല കേരളീയർ. 96 ദേശാഭിമാനി പത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഓപ്പണായിട്ട് നന്ദി പറഞ്ഞ പ്രസ്താവന വന്നത് ദേശാഭിമാനിയിൽ 96 പരിശോധിച്ചാൽ അറിയാം. 2006 ബഹുമാനായ കോടിയേരിയുടെ പ്രസ്താവന നിയമസഭയിലുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തതിന് ഇതേ പിണറായി വിജയൻ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ മാറാട് കലാപം നടക്കുന്നതിനെക്കുറിച്ചാണല്ലോ ഇന്ന് പറഞ്ഞത്. ആ കലാപകാലത്ത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ആക്രമണം ശക്തിപ്പെടുത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കലായിട്ട് ഇവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താൻ ആരാ മുസ്ലിം ലീഗ്? അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തുമ്പോൾ അവിടെ ചെന്നെത്തിയ അതിന് ക്ഷേത്രത്തെ ആ തീ അണക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിനെയാണ് അന്ന് ആക്രമിച്ചത്. ഏറ്റവും ഒടുവിൽ മലപ്പുറം പ്രസംഗം നിങ്ങൾ കണ്ടു. അദ്ദേഹം വിചിത്രമായി പറഞ്ഞിട്ട് PR ഏജൻസിയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ PR ഏജൻസി പറഞ്ഞ് ഡൽഹിയിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് മലപ്പുറത്തിനെ ആ ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രിയാണിത് പറയുന്നത്. ഈ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായി നിൽക്കേണ്ട ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രി സാമുദായികമായി കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടുമോ, ഈ 10 വോട്ട് കിട്ടുമെന്നുള്ള വിചാരം അദ്ദേഹത്തിന് വേണ്ട. പ്രസ്താവനകളിലൂടെയും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം വിഷം പ്രചരിപ്പിച്ചിട്ടുമല്ല വോട്ട് കിട്ടാൻ വേണ്ടി പോണ്ടത്, നടപടികളിലൂടെയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, ഞാൻ കേട്ടു. നിങ്ങൾ ഈ കാലത്ത് ആരെങ്കിലും കൈക്കൂലി വാങ്ങുന്നതായിട്ടുള്ള ഒരു ആരോപണം കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യം ഇത് പറയേണ്ടെന്ന് വെച്ചതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടോണ്ടോ പറഞ്ഞു. ഞാൻ ഈ സന്നിധാനത്തിൽ വെച്ചത് പറയാൻ പാടില്ല, പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ട് കൊള്ളയടിച്ച 2 പേരെയും 2 പോക്കറ്റും 2 കക്ഷത്തിൽ ഇരുത്തിയിട്ടാണ് മുഖ്യമന്ത്രി കൈക്കൂലിയെക്കുറിച്ച് പറയുന്നത് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച്, ഇതുപോലെ അവകാശനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? SITയുടെ റിപ്പോർട്ട് ഓരോ ദിവസവും കോടതി കൊടുക്കുന്ന ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ആ റിപ്പോർട്ട് മാത്രം മതിയല്ലോ മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ പ്രസംഗത്തിന് എതിരായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ. ജനങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ജനങ്ങളെ കളിയാക്കാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? ശരിയാണ്, നിങ്ങൾ തോറ്റു. ജയിക്കാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാനും പറ്റുന്നില്ല നിയമസഭയിൽ.